പാർത്ത മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യാമോ? ഇങ്ങനെയൊരു ചോദ്യം ഒരുപാട് പേർ, അതായത് പലപ്പോഴും നമ്മൾ പല വീഡിയോസിലുമൊക്കെ ഇത്തരം ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മോർച്ചറികളിലൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന പെൺകുട്ടികളെ അവരുടെ ജീവനക്കാർ ബലാത്സംഗം ചെയ്യുന്ന കാഴ്ചകൾ. സത്യത്തിൽ മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യുന്നത് കുറ്റമല്ലേ? മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യുന്നത് കുറ്റമല്ലേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഛത്തീസ്ഗഡിൽ നടന്നത്. ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിലാണ് ഇത്തരമൊരു കേസ് വന്നത്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ആ കുട്ടി മരിച്ചതിന് ശേഷവും ആ കുട്ടിയെ റാപ്പ് ചെയ്തു, ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കുറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുറ്റത്തിനെതിരെ പ്രതികൾ, അതായത് എക്സ്ട്രാ ആയിട്ട് ചുമത്തി ആ കുറ്റത്തിനെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമർപ്പിച്ചു. അപ്പോൾ ഇത്തരമൊരു ഗുരുതരമായ കേസായതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഈ കേസ് എടുത്തത്. ചീഫ് ജസ്റ്റിസ് രമേഷ് സിൻഹയും ജസ്റ്റിസ് വിഭു ദത്ത ഗുരുവും ചേർന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അങ്ങനെ കേസ് പരിഗണിച്ച് കേസിനെക്കുറിച്ച് വിശദമായി ജസ്റ്റിസുമാർ പഠിച്ചു. കോടതി പഠിച്ചതിന് ശേഷം കോടതിയുടെ പ്രസ്താവന വന്നത്, ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നമാണ് മൃതദേഹത്തിൽ ലൈംഗികത അല്ലെങ്കിൽ സെക്സ് ചെയ്യുക എന്നത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ധാർമ്മികമായും സാമൂഹികമായും. പക്ഷേ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം, നമ്മുടെ പോക്സോ നിയമപ്രകാരം അല്ലെങ്കിൽ പുതിയ BNS തുടങ്ങിയ നിയമപ്രകാരം ഒന്നും തന്നെ മൃതദേഹത്തിൽ ബലാത്സംഗം കുറ്റം നിലനിൽക്കില്ല. അതായത് ഇര ജീവനോടെ ഉള്ളപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ബലാത്സംഗമായിട്ട് കാണാൻ പറ്റുള്ളൂ. ബലം പ്രയോഗിച്ചു അല്ലെങ്കിൽ അതിനെ എതിർത്തു എന്നൊക്കെ പറയണമെങ്കിൽ ഈ പറയുന്ന പോലെ ജീവൻ ഉണ്ടെങ്കിലല്ലേ അത് നടക്കുള്ളൂ. ജീവൻ ഉള്ളപ്പോൾ മാത്രമാണ് പല അവകാശങ്ങളും നമുക്ക് നിലനിൽക്കുന്നത് എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കില്ല എന്നും പകരം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു, ക്രൂരമായി കൊലപ്പെടുത്തി, ഈ കേസുകളൊക്കെ നിലനിൽക്കും. അതിനപ്പുറത്തേക്ക് ഡെഡ് ബോഡിയെ വീണ്ടും വീണ്ടും ബോധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന കുറ്റം നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇനി ആർക്കും മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ കോടതി വിധിയിലൂടെ അത്തരമൊരു ഗുരുതരമായ ഒരു സാമൂഹിക വിപത്തും കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഒരു മൃതദേഹത്തിന് ഇന്ത്യൻ ഭരണഘടന ചില ബഹുമാനങ്ങളും ചില അവകാശങ്ങളും കൊടുക്കുന്നുണ്ട്. പോലീസുകാർ മൃതദേഹം കണ്ടാൽ തൊപ്പി ഊരണം, മൃതദേഹത്തോട് അനാദരവ് കാണിച്ചാൽ കേസുണ്ട്. അപ്പോൾ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന വകുപ്പിൽപ്പെടുത്തി കേസെടുക്കാൻ കഴിയും. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ നിയമത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചില മോർച്ചറികളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഡോക്ടർമാർ തന്നെ ഡയറക്റ്റ് ബലാത്സംഗം ചെയ്തു, മീൻസ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. സുന്ദരിയായ ഒരു നടി, എനിക്ക് ഓർമ്മയുള്ള കാര്യം പറയാം, വളരെ സുന്ദരിയായിരുന്ന ഒരു നടി, മലയാള സിനിമയിലെ ഒരു നടി മരണപ്പെട്ടപ്പോൾ ഇവിടെ അടുത്ത് ഒരു കേരളത്തിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയും അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഈ സുന്ദരിയായ നടിയെ കണ്ട് മതിമറന്നു പോയ ഒരു ഡോക്ടർ അവരുടെ ബോഡി, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വെച്ച ബോഡിയിൽ ലൈംഗിക വീഴ്ച നടത്തി എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നൊരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രശസ്തയായ ഒരു നടിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ നിരന്തരമായി ഈ പറയുന്ന, അതിന് വളരെ കൃത്യമായൊരു ഒരു സൈക്കോളജിക്കൽ നെയിമുണ്ട്, അതെനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടാത്തതാണ്. കൃത്യമായി ഒരു അസുഖമാണത്. അതായത് മൃതദേഹ ഭോഗം എന്ന് പറയുന്നത് ഒരു അസുഖമായി, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറായി, ന്യൂറോസിസ് അല്ല സൈക്കോസിസ് ഡിസോർഡറായിട്ട് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അസുഖമാണ്. ആ അസുഖത്തിന് പല ഡോക്ടർമാരും പല അറ്റൻഡർമാരും പല ആളുകളുമൊക്കെ അതിന് വശം പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഈ മൃതദേഹത്തിനടിയിൽ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമൊക്കെ കാണുമ്പോൾ അവർക്ക് ആ വികാരം വരുന്നു എന്നതാണ് പുറത്തു വരുന്ന കാര്യം. ഇതൊക്കെ ചികിത്സ വേണ്ട കാര്യങ്ങളാണ്, ഗുരുതരമായ തെറ്റുമാണ്. പക്ഷേ ഈ കോടതി വിധിയിലൂടെ ഇനിയിപ്പോൾ ഇങ്ങനെയല്ല, ഞാനിപ്പോൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അപകടം പറ്റിയോ മരണപ്പെട്ടോ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ, അവരുടെ മൃതദേഹം ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡോക്ടറോ അവിടുത്തെ അറ്റൻഡറോ അവിടുത്തെ ആളുകളോ കയറി ലൈംഗിക വീഴ്ച നടത്തിയാൽ അതിനെതിരെ ബന്ധുക്കൾ പരാതി കൊടുത്താൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഈ പറയുന്ന ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കാൻ പോകുന്നത് എന്നത് ഏറെ സംശയകരമാണ്. BNSുമൊക്കെയായി ബന്ധപ്പെട്ട് എല്ലാ നിയമങ്ങളിലും BNS വളരെ കൃത്യമായി ചില പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർശനമായ ശിക്ഷയാണ് ഇപ്പോൾ പലതിനും BNSൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തരം ചില കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഒന്നുകൂടെ നിയമങ്ങൾ കർശനമാക്കേണ്ടതുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ച് തരുന്ന ഒരു വിധി കൂടിയാണ്. കോടതിക്കിപ്പോൾ നിയമം അനുസരിച്ചല്ലേ പറ്റുള്ളൂ, നിയമം അനുസരിച്ച് മാത്രമേ വിധി പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ മറുപുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക, മൃതദേഹത്തെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കൊണ്ടു ചെല്ലുക,
തട്ടിപ്പ് നടത്തുക, അവയവങ്ങൾ കടത്തുക തുടങ്ങി കുറേ വകുപ്പുകൾ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നുണ്ട്. അത്തരം വകുപ്പുകളിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട് നടപടി വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷെ അത് പോരാ. റേപ്പ്, അതായത് ഒരാളുടെ ശരീരം എന്ന് പറയുന്നത് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് അവരുടെ ബന്ധുക്കളും ആളുകളുമൊക്കെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി കാണുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ശവസംസ്കാരമൊക്കെ നടത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇട്ടാൽ പോരല്ലോ. ഇതിപ്പം ആംബുലൻസ് വിളിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ശവസംസ്കാര ഘോഷയാത്ര നടത്തുന്നു, പിന്നെ റീത്ത് സമർപ്പിക്കുന്നു, ആളുകൾക്ക് വളരെയധികം സങ്കടപ്പെട്ട അവസാനത്തേക്ക് ഒരു മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു ബോഡിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ പറയും ജീവൻ പോയാൽ പിന്നെ എന്ത്, മണ്ണ് കൊണ്ടുപോകേണ്ടതല്ലേ എന്ന് പറയും. എങ്കിൽ പോലും അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അവർ അനുവദിക്കില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യമായിരുന്നല്ലോ അത്. അങ്ങനെ ഒരു കാര്യം അവരുടെ ബോഡിയോട് ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. ഈ റേപ്പിന് അല്ലെങ്കിൽ ലൈംഗിക വീഴ്ചയ്ക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ ഈ കാര്യത്തിലും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ ഭരണഘടനാ ഭേദഗതിയോ അല്ലെങ്കിൽ നിയമത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൂടിയായിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നത് സർക്കാരിനെയും നീതിന്യായ വ്യവസ്ഥയും ഓർമ്മപ്പെടുത്തുന്ന ഒരു വിധി കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ ഇന്ത്യയിൽ കൂടി വരുന്നു എന്നുള്ള വേറൊരു സംഭവമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും ഇത്തരം കേസുകൾ വളരെയധികം കൂടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അറിയപ്പെടാത്ത എത്രയോ കേസുകളുണ്ട്, പുറത്തു വരാത്ത കേസുകളുണ്ട്. പിന്നെ പലതരത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കം ഇത്തരം എത്രയോ കേസുകൾ നിരന്തരമായി അനുഭവിക്കുന്നു. പിന്നെ ഒരു 2 കേസ് വന്നത്, ഒരു ഡോക്ടർക്ക് വളരെയധികം ഒരു പെൺകുട്ടിയോട് താല്പര്യം തോന്നുകയും അതുകൊണ്ട് ആ പെൺകുട്ടിയിൽ പിന്നെ അസുഖബാധിതയായി കിടക്കുന്ന പെൺകുട്ടിയെ മരുന്ന് കുത്തിവെച്ച് കൊല്ലുകയും അതിനുശേഷം ബോഡി പിന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയ ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ക്രൂരമായിട്ടുള്ള ചില കാര്യങ്ങളും ചില സംഭവങ്ങളുമൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതൊക്കെ ഈ പറയുന്ന സ്ത്രീയുടെ മാനത്തെയും ആത്മാഭിമാനത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു മൃതദേഹത്തിൻ്റെ വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ ആ വസ്ത്രം മാറ്റി റോഡിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കേസുണ്ട്. അത് ആ മൃതദേഹത്തെ പിന്നെ അനാദരിക്കുകയാണ്, അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പോലീസുകാർ മൃതദേഹം കണ്ടാൽ തൊപ്പി ഊരണമെന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ഈ മൃതദേഹത്തെ അപമാനിക്കരുത് എന്ന് പറയുന്നൊരു രാജ്യത്ത്, സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് ഏറെ വില കൊടുക്കുന്നൊരു രാജ്യത്ത് ഇത്തരം സൈക്കോകളെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും നിയമത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല. അത് ഭരണകൂടം കൃത്യമായി കണ്ട് വിലയിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ സങ്കടകരമാണ്. ഇതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വിധിയുടെ ഒരു ഫലം ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം മൃതദേഹത്തോട് അനാദരവ് കാണിക്കരുത് എന്ന് പറയുന്ന നിയമങ്ങൾ തന്നെ മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിയമം ഔചിത്യം എനിക്ക് ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കോടതി നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകും, വിധിയും അത്തരത്തിലായിരിക്കും. പക്ഷേ ഇതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ് എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.